ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട ചർച്ച അവസാനിച്ചു. ഇത് കേൾക്കുന്ന സമയത്തെ രണ്ട് തരം ആൾക്കാരുണ്ട് കേട്ടോ. ഒന്ന്, ഇറാനെ അമേരിക്ക അടിച്ച് തകർത്ത് ഇറാനിലെ ആൾക്കാരൊക്കെ ഇല്ലാണ്ടായി ആ മുസ്ലിങ്ങളെ കാഞ്ഞു പോട്ടേന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അതുപോലെ തന്നെ ഈ യുദ്ധം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒഴിവായി കിട്ടി ഈ ലോകത്തിനൊരു സമാധാനം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഏതാണെങ്കിലും ഈ ചർച്ചയിൽ ഉണ്ടായിട്ടുള്ള പ്രധാന കാര്യങ്ങളും അല്ലെങ്കിൽ ഡിസ്കഷൻസും ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഏതായാലും വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തോളൂ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. I can say that compared to the last round, we have had very serious discussions, and there was a constructive atmosphere where we exchanged our point of views. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി ജനീവയിൽ അമേരിക്കയുമായി നടത്തിയ ചർച്ച നല്ല രീതിയിൽ അവസാനിച്ചു എന്നുള്ള ഉള്ളടക്കത്തോടു കൂടിയിട്ടാണ് ഈ ഒരു ന്യൂസ് പുറത്തോട്ട് വരുന്നത്. ചർച്ചയിലുള്ള പുരോഗതിനെ പറ്റി പറയാം. ധാരണയിലെത്തി എന്നാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ ഘട്ടത്തിനെ അപേക്ഷിച്ച് വളരെ ഗൗരവമേറിയ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചയാണ് ഇന്ന് നടന്നത് എന്നും ചില പ്രധാന മെയിൻ പ്രിൻസിപ്പിൾസ് ഇരുപക്ഷവും ധാരണയിലെത്തി എന്നാണ് അറാച്ചി പറഞ്ഞിട്ടുള്ളത്. ഇനി ചില രേഖകൾ തയ്യാറാക്കൽ ഉണ്ട്. ഈ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉടമ്പടിയുടെ ഒരു കരട് രേഖ, ഡ്രാഫ്റ്റ് ഡോക്യുമെന്റ് തയ്യാറാക്കാനുള്ള പ്രക്രിയ ആരംഭിക്കുന്നു എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ചർച്ചയുടെ നെക്സ്റ്റ് ഘട്ടത്തിലെ പ്രതീക്ഷകളെ പറ്റി പറയുന്നത്, ചർച്ച വേഗത്തിൽ അവസാനിക്കുമെന്ന് ഇതിനർത്ഥമുണ്ടെങ്കിലും ഒരു കരാറിലേക്കുള്ള പാത തെളിഞ്ഞതായി വിശ്വസിക്കുന്നു എന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. I can say that compared to the last round, we have had very serious discussions, and there was a constructive atmosphere where we exchanged our point of views. Those ideas were discussed, and we came to some agreements on some main principles, and based on those principles, we will eventually draft a document. This does not mean we can reach an agreement quickly, but at least the path has started. We are hopeful we can achieve this. But when we reach the stage of drafting a document, naturally the process is bound to slow down. ഇനി പ്രധാന വെല്ലുവിളികളായിട്ട് കാണുന്ന കാര്യങ്ങൾ, ഈ ചർച്ചയിൽ ഇപ്പോഴും ഇവർ തമ്മിലുള്ള ഭിന്നതകൾ പറയുന്നുണ്ട്. അതായത് മിസൈൽ പ്രോഗ്രാം, പ്രാദേശികമായിട്ടുള്ള ഇടപെടൽ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ശ്രദ്ധ പൂർണ്ണമായും ആണവ വിഷയത്തിൽ മാത്രമാണ്. ഇതൊരു വെല്ലുവിളി തന്നെയാണ്. കാരണം അമേരിക്ക ഇസ്രായേലിൻ്റെ ആ ഒരു പ്രഷർ ഉള്ളത് കൊണ്ട് തന്നെ മിസൈൽ പ്രോഗ്രാമും അതുപോലെ പ്രാദേശിക റെജീം ചേഞ്ചസിലുള്ള പല കാര്യങ്ങളിലോട്ടും ഇടപെടാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ ആവശ്യങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തലാക്കുക, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി നിയന്ത്രിക്കുക, ഇതാണ് അമേരിക്കയുടെ പ്രധാനമായിട്ട് അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇത് പരമമായ ഉപരോധങ്ങളിൽ ഇളവ് നൽകുമെന്ന് അമേരിക്ക വാഗ്ദാനം ചെയ്തു. അതായത് ഇത്തരത്തിലുള്ള യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ കൂടെ നിങ്ങൾ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി നിയന്ത്രിക്കും, അതുപോലെ പ്രോക്സികളെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അമേരിക്ക പറഞ്ഞിട്ടുള്ളത് ഉപരോധങ്ങളിൽ ഇളവ് നൽകാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള കടുത്ത അവിശ്വാസം, ആ ഒരു പ്രശ്നം നമുക്കറിയാം. പരസ്പര വിശ്വാസം ഇല്ലായ്മ നല്ല പോലെ ഉള്ളതാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കും. ഇത് സംഘർഷഭരിതമായിട്ടുള്ള പശ്ചാത്തലങ്ങൾ ചർച്ചകളെ സങ്കീർണമാക്കുന്നുണ്ടെന്ന് ഉള്ള റിപ്പോർട്ട് ഇതിൻ്റെ പിന്നാലെ മറ്റു രീതിയിൽ വരുന്നതിന് കാരണം, ഇന്നും ഖമേനി പുറത്തോട്ട് വന്നിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട് അമേരിക്ക ഏത് രീതിയിൽ ആക്രമിച്ചു കഴിഞ്ഞാലും തിരിച്ച് ഞങ്ങൾ തീർത്തിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രംപ് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളിത് ആക്രമിക്കാൻ പോവാണ്. അപ്പോൾ ഒരു വശത്ത് ഈ പോർവിളികൾ ഉണ്ടെങ്കിലും ഈ വശത്ത് ചർച്ചകൾ നടക്കുന്നുണ്ട്. ചർച്ചയിലെ പ്രധാന ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി മറ്റ് ചില പ്രധാന പോയിന്റുകൾ ഈ ചർച്ചയിൽ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, ഒമാന്റെ മധ്യസ്ഥത. ഒമാന്റെ വിദേശകാര്യമന്ത്രിയുടെ മധ്യസ്ഥതയിലാണ് ഈ ചർച്ച നടന്നിട്ടുള്ളത്. ഇതിനുശേഷം ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം, ഇറാൻ മികച്ച ചർച്ചക്കാരല്ലെന്നും എന്നാൽ അവർ കൂടുതൽ വിവേകത്തോടെ പെരുമാറുന്നുവെന്നും ഇത്തരം കാര്യങ്ങൾ അമേരിക്കയ്ക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇത് ചർച്ചയ്ക്ക് ശേഷം പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. ചുരുക്കത്തിൽ ഒരു പുതിയ ഉടമ്പടിയുടെ രൂപീകരണമാണ് എന്നാണ് ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിൽ ആദ്യഘട്ട നടപടികൾ ഇരു രാജ്യങ്ങളും പിന്നിട്ടിരിക്കുകയാണ്. ആദ്യഘട്ട ചർച്ചയുടെ ആദ്യഘട്ടം കഴിഞ്ഞിപ്പോൾ രണ്ടാം ഘട്ട ചർച്ചയുടെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞത്. അപ്പോൾ ഇതോടുകൂടി ഇപ്പം നമ്മൾ കാണുന്നത് ഏകദേശം ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കും. അതായത് ചർച്ചയിൽ കുറേ ഉടമ്പടികൾ വെച്ചിട്ട് ഒരു ഡ്രാഫ്റ്റ് ആദ്യം ഉണ്ടാക്കും. ആ ഡ്രാഫ്റ്റ് രണ്ടുപേരും ഓക്കെയാണ്, രണ്ടുപേരും സൈൻ ചെയ്ത് അതൊരു ഡീലിലോട്ട് ഉറച്ച് അങ്ങനെയാണ് ഈ ചർച്ച മുന്നോട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം അങ്ങോട്ടാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ഈ ചർച്ചയുടെ ഈ ഒരു ഘട്ടങ്ങൾ കഴിഞ്ഞ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം പല ആൾക്കാരും പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ ചർച്ച അലസിപ്പോയി, ഇതാ അമേരിക്ക ഇറാനെ തീർക്കാൻ പോകുന്നു എന്ന് വിചാരിച്ചിരുന്ന കുറേ നമ്മുടെ നാട്ടിലെ സംഘിക്കുട്ടന്മാരില്ലേ, കുട്ടന്മാരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ് അവിടെ അങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങളും. കാരണം ട്രംപിന് ചെറിയ പേടിയൊക്കെ ഉണ്ട്. അങ്ങനെ കയറി അടിക്കാൻ പറ്റുമോ? ഇറാനല്ലേ, അല്ലെങ്കിൽ ഇപ്പുറത്ത് നമ്മുടെ സംഖ്യൊന്നും അല്ലല്ലോ കീരങ്ങ് അടിച്ച് തീർത്താളെന്ന് വിചാരിക്കാൻ അല്ലേ. അപ്പം ഇറാനാണ് ഇപ്പുറത്തുള്ളത്. കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് നേരിട്ട് അങ്ങ് അടിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഇറാൻ ഉള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട്
ചർച്ച ഏതായാലും ഇപ്പോഴും ഓണാണ്, ചർച്ച ഓഫായിട്ടില്ല, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കും, അതിൽ ഡീലുകൾ കാര്യങ്ങൾ അവർ പറഞ്ഞുറപ്പിക്കും. അത് നല്ലൊരു ഔട്ടിലോട്ട് എത്തും എന്നാണ് ഇപ്പം ഈ പ്രതികരണം വന്നിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, അമേരിക്കയുമായിട്ടുള്ള ഈ രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് ശേഷം അബ്ബാസ് അറാക്ചി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അവിടെ ജനീവയിൽ നടന്നിട്ടുള്ള ഒരു ഈ പ്രോഗ്രാമിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഈ ഒരു ഇതിൽ പറഞ്ഞു പോകാം. ഞാൻ സൈഡിൽ പുള്ളി ഇംഗ്ലീഷിലാണ് സംസാരിക്കും, ഞാനൊന്ന് മലയാളത്തിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്താണ് നമ്മൾ പറയുന്നത് കേട്ടോ. അതായത് ഇറാൻ്റെ ആണവ പദ്ധതി, സമീപകാലത്തെ സൈനിക സംഘർഷം, ആഗോള സുരക്ഷ എന്നിവയെക്കുറിച്ചാണ് ഇതിൽ പുള്ളി സംസാരിച്ചിട്ടുള്ളത്. അമേരിക്കയുടെ കടന്നുകയറ്റം, ഇറാനെതിരെ സൈനിക ശക്തി പ്രയോഗിക്കുമെന്ന് ഭീഷണിയും ഭാഗവും അമേരിക്ക അവസാനിപ്പിക്കണമെന്ന് അറാക്ചി ഇതിൽ ആവശ്യപ്പെടുന്നുണ്ട്. 2025 ജൂണിലെ സംഭവം 2025 ചർച്ച നടന്നുകൊണ്ടിരിക്കും, അമേരിക്ക ഇറാൻ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് എന്താ പറയുക, ഒരു UN ചട്ടലംഘനത്തോടു കൂടി ഇസ്രായേൽ ആദ്യമായിട്ട് ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യുന്നത് എന്ന് പുള്ളി ഓർമ്മിക്കുന്നുണ്ട്. ആത്മരക്ഷയ്ക്കുള്ള അവകാശം, ഇറാൻ നയതന്ത്രം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സ്വയം പ്രതിരോധിക്കാൻ പൂർണ്ണ സജ്ജമാണെന്നും, എങ്കിലും ആക്രമണം ഉണ്ടായാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇറാൻ്റെ അതിർത്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നും മുന്നറിയിപ്പ് നൽകി. അതായത് അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള ബേസുകളുള്ള എല്ലാ സ്ഥലത്തേക്കും ഇത് വ്യാപിപ്പിക്കും എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, സമാധാനപരമായിട്ടുള്ള ലക്ഷ്യം എപ്പോഴും ഇറാൻ എപ്പോഴും സമാധാനം ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ്. ഇറാൻ്റെ സുരക്ഷാ നയത്തിൽ ആണവായുധങ്ങൾക്ക് സ്ഥാനമില്ലെന്നും അത് പ്രതിരോധ നയത്തിലും മതപരമായ അതിരുകളിലും അധിഷ്ഠിതമാണെന്നും പുള്ളി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആലംഘനീയമായ അവകാശങ്ങൾ പറയുന്നുണ്ട്. അതായത് സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവോർജ്ജം വികസിപ്പിക്കുന്നത് ഇറാൻ്റെ തർക്കമില്ലാത്ത അവകാശമാണെന്ന് പുള്ളി വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ അമേരിക്കയ്ക്കെതിരെയുള്ള വിമർശനം, അതായത് അന്താരാഷ്ട്ര കരാറുകളുടെ വിശ്വാസ്യത തകർത്തത് ആണവ കരാറ്, JCPOA എന്ന് പറഞ്ഞിട്ടുള്ള ആണവ കരാറിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റവും അദ്ദേഹം, അതായത് അമേരിക്ക കഴിഞ്ഞ ട്രംപ് വന്നതിന് ശേഷം 60ഓളം ഡീലുകളിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. അപ്പം അവർക്ക് പറ്റും, ഞങ്ങൾക്ക് പറ്റൂലേ എന്നുള്ള ചോദ്യമാണ് അവിടെ അറാക്ചി ചോദിച്ചിട്ടുള്ളത്. പിന്നെ അതായത് അമേരിക്കയുമായുള്ള രണ്ടാം ഘട്ട ചർച്ച ജനീവയിൽ നടന്നു. അതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുള്ളി സംസാരിച്ചിട്ടുള്ളത്. നയതന്ത്രത്തിന് ഒരു പുതിയ അവസരം തുറന്നിട്ടെന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനി ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ സഹകരണം, ആക്രമണത്തിന് ഇരയായിട്ടുള്ള ആണവ നിലയങ്ങൾ പരിശോധിക്കുന്നതിനുള്ള ചട്ടക്കൂടുകളെ കുറിച്ച് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയുമായി ചർച്ച നടത്തി. അവിടെ ഇന്ന് ആ ഒരു ചർച്ച അവിടെ നടന്നിട്ടുണ്ട്. ഇനി ഇസ്രായേലിൻ്റെ ഇരട്ടത്തപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേലിൻ്റെ ആണവശേഷിയും ആക്രമണങ്ങളും പാശ്ചാത്യ രാജ്യങ്ങൾ അവഗണിക്കുമ്പോൾ ഇറാൻ്റെ സമാധാനപരമായിട്ടുള്ള ആണവ പദ്ധതിയെ ഭീഷണിയായി ചിത്രീകരിക്കുന്നതിൽ ഇരട്ടത്താപ്പ് പുള്ളി പറഞ്ഞ കാരണം ഇസ്രായേലിൻ്റെ കയ്യിലും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിനാരും അതായത് കണ്ടതായിട്ട് നടിക്കാണ്ട് ഇറാൻ സമാധാനപരമായിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ആണവ ഊർജ പദ്ധതി എന്തിനാണ് എല്ലാവരും ഇത്ര എന്താ പറയുക ഉറ്റുനോക്കുന്നത്? എല്ലാ രാജ്യങ്ങൾക്കും എല്ലാം ഒരുപോലെ ആയിരിക്കണം എന്നാണ് പുള്ളി പറഞ്ഞത്. ഇനി ആഗോള നിരായുധീകരണത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അതായത് ആണവായുധങ്ങൾ മനുഷ്യരാശിക്ക് ഏറ്റവും വലിയ ഭീഷണിയാണ്. ഒന്നുകിൽ നമ്മൾ ആണവായുധങ്ങളെ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ അവ നമ്മളെ ഇല്ലാതാക്കും എന്ന ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പോടു കൂടിയാണ് അറാക്ചിയുടെ ഈ ഒരു പ്രസംഗം അവസാനിച്ചിട്ടുള്ളത്. അപ്പം ഇത്രയാണ് ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണെങ്കിൽ നമ്മളത് അപ്ഡേറ്റ് തരുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു, ഈ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഓക്കെയാണ്, മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുക.